വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ തമ്പ്ലൈനിലൊക്കെ കണ്ടതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് കാലിക്കട്ടിക്ക് പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വന്ദേ ഭാരതിലാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ വന്ദേ ഭാരത് എത്തി. ഞാനിതാ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇനി നേരെ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കോഴിക്കോടെത്തി. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നേരെ പോയത് ഇക്കൻ്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് നമ്മൾ കാരണം നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കൊച്ചിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പർച്ചേസിങ്ങിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് വാങ്ങും. ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെല്ലാം കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് പലതും ഇനിയും മിസ്സിങ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ മിസ്സിങ് ആയിട്ടുള്ള പല സാധനങ്ങളൊക്കെ നമ്മൾ പോയിട്ട് വാങ്ങി. അങ്ങനെ തിരിച്ച് ഇക്കൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ രാവിലെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കാക്കൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടാണ് കല്യാണം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രീ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാ പ്ലാനിങ്ങുകളും അട്ടിമറിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ. കാരണം പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, പക്ഷേ പഠിച്ചവൻ വേറെ രീതിയിൽ അത് കൊണ്ടെത്തിച്ച് തരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കല്യാണം. നമ്മൾ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് നമ്മളെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഇക്കാക്കൻ്റെ കല്യാണത്തിൻ്റെ പർച്ചേസിങ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലൊക്കെ ആയിട്ട് കൊടുക്കാം, പോയിട്ട് കാണാം കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ആയാലും നമ്മൾ കല്യാണമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മളിതാ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സർപ്രൈസ് ആയിട്ട് കയറി വരുന്നത്. ഇതിൻ്റെ അനിയനാണ്. എൻ്റെ ഇക്കാക്കൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് മുമ്പാണ് ദുബായ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ല കല്യാണത്തിനെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കല്യാണത്തിന് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അവനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത് കളറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മെയിനായിട്ട് മുന്നിൽ നിന്ന് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ അവനില്ലാത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവൻ മുമ്പിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമായത്. ഇനി കാര്യങ്ങളൊക്കെ അത് ഡീൽ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. എൻ്റെ അനിയനാണെങ്കിൽ കൂടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എന്നെക്കാളിലും അടിപൊളിയാണ് കേട്ടോ എൻ്റെ അനിയൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അവൻ വരില്ല എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചപ്പോഴും അവൻ എന്തായാലും വരും എന്നും പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളെന്ന് പറയുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. എൻ്റെ ഉപ്പ എപ്പോഴും പറയും, നമ്മൾ പറയും അവൻ വരില്ല, അവനക്ക് ലീവ് കിട്ടില്ല എന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ഉപ്പ പറയും അവൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് ഉപ്പ സ്ട്രോങ് ആയിട്ട് അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളാരും ഉപ്പൻ്റെ ആ ഒരു വിശ്വാസത്തിനെ മാറ്റാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളൊക്കെ വിശ്വസിച്ചത് അവൻ വരില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളെ വിശ്വാസമൊക്കെ തെറ്റിച്ചുകൊണ്ട് ഉപ്പ വിശ്വസിച്ച പോലെ തന്നെ അനിയൻ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മളെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ പിന്നെ വളരെ മിനിമലായിട്ടുള്ളൊരു കല്യാണമാണ്. കാരണം നമ്മളെ സിറ്റുവേഷൻസൊക്കെ അങ്ങനെയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള കുഞ്ഞു കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പരിപാടികളൊന്നും തലേന്നാണെങ്കിലും ഉണ്ടായിരുന്നില്ല. അപ്പം അനിയനൊക്കെ വന്ന് നമ്മളെല്ലാവരും കസിൻസൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പം കുറച്ച് പേരൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം നമ്മൾ വെറുതെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫോട്ടോ എടുക്കുന്നത് നമ്മളെ കസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ കല്യാണമാണെങ്കിലും എൻ്റെ താത്തൻ്റെ കല്യാണമാണെങ്കിലും ഒക്കെ നമ്മൾ മെയിനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പം ഒരു 7-8 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ പഴയ ഒരു പ്രൗഢി ഇല്ലെങ്കിലും ഇപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ വീട് തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ വളരെ മിനിമലായിട്ടുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കാരണം വളരെ മിനിമലായിട്ടുള്ള ഒരു കല്യാണമാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു കല്യാണമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് ഓരോ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വൈകുന്നേരമായിട്ടും അങ്ങനെ കൂടുതൽ ആളുകളൊന്നും നമ്മളെ വീട്ടിലില്ല. നമ്മൾ കസിൻസാണ്, അത്രയും അടുത്ത് ഉള്ള കുറച്ച് കസിൻസും നമ്മളെ നെയ്ബേഴ്സും മാത്രമുള്ള ഒരു കല്യാണമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഓരോ ഗസ്റ്റുകൾ വരലായി, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കലും അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ നമുക്ക് പരിപാടി വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിലാണ്. കാരണം നമുക്ക് രാത്രിയിൽ നമ്മളെ ബ്രൈഡിനുള്ള വെഡ്ഡിങ് ഡ്രസ്സ് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഒരു ചടങ്ങുണ്ടായിരുന്നു.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് എത്താത്ത എല്ലാ സാധനങ്ങളും സെറ്റല്ലേ എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത് ഫൈനലായിട്ടുള്ള ഒരു ക്രോസ് ചെക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു സൈഡിൽ നിന്ന് അനിയൻ ദുബായിൽ നിന്ന് വന്നിട്ട് അവൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്നുള്ള വരവായതുകൊണ്ടും പിന്നെ അവൻ വന്നിട്ട് കുറച്ച് നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ട് കുറച്ച് നാളായതുകൊണ്ട് തന്നെ വലിയ പെട്ടിയൊന്നും പൊളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ അവനിങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് പെട്ടി, ഒരു സൈഡിൽ പെട്ടി പൊളിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫൈനലി നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒരു സമയം ആയപ്പോഴേക്ക് തന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇനി നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സായിട്ട് നമ്മൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്റേഴ്സും പിന്നെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾസും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. നമ്മളൊരു കാറിനുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ ഫൈനലി ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ സമയത്ത് ബ്രൈഡിൻ്റെ വീട്ടിലെ പ്രോഗ്രാംസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ബ്രൈഡിന് ഡ്രസ്സൊക്കെ കൊടുത്തു, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നു. നമ്മൾ എത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഗ്രൂം ടു ബി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രൂം ടു ബി ആയിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മളെ ഗ്രൂമിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ തലേന്നെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കല്യാണ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് തലേന്നാണെങ്കിലും അന്നാണെങ്കിലും സെപ്പറേറ്റ് ഇടാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മളെ കല്യാണം അത്രയും ചെറിയ ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ പ്ലാനിങ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ മിനിമലായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഗ്രൂം ടു ബീൻ്റെ ഓരോ പരിപാടികൾ ഇങ്ങനെ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഗ്രൂം ടു ബി ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു ദിവസം പിന്നെ വേഗം എല്ലാവരും കിടന്നുറങ്ങാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വളരെ നേരത്തെ ഫോട്ടോഗ്രാഫർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ബ്രൈഡിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോകണം. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീക്കണം. അപ്പം നമ്മൾ കൂടുതൽ ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആരും എണീക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൂം ടു ബി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കല്യാണത്തിനാണെങ്കിലും എൻ്റെ ഇത്താത്തൻ്റെ കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കുറേ സമയം ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും അത്ര നേരത്തെ എണീറ്റില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ആർക്കും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പം നമ്മളെ ബ്രദറിൻ്റെ കല്യാണം വരുമ്പോൾ നമുക്ക് ബ്രൈഡ് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയിട്ട് ബ്രൈഡിനെ പിക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങി എണീക്കുന്നത് നേരം വൈകി കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാംസ് എല്ലാം ഫ്ലോപ്പ് ആവും. പിന്നെ നമ്മളെ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ ഏകദേശം 2 മണിയാകുമ്പോഴേക്ക് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രീതിയിലാണ് പ്ലാനിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീക്കൽ ഇതിൽ മെയിൻ ഘടകമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും വേഗം ഉറങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും ഫ്രഷായി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെത്തിയപ്പോഴേക്ക് തന്നെ നമ്മളെ ബ്രൈഡും ഗ്രൂമും ഓൾറെഡി ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവരെത്തിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ നമ്മളെ ഗ്രൂം ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നമ്മളെ കല്യാണം ഏകദേശം ഒരു 4 മണിയാകുമ്പോഴേക്ക് തന്നെ എല്ലാം ഫിനിഷ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1 മണി 1:30 ആയപ്പോഴേക്ക് തന്നെ ഗ്രൂം എല്ലാവരോടും സലാം പറഞ്ഞിട്ട് ഇനി ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മഹർ കെട്ടുന്ന ചടങ്ങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ബ്രൈഡിൻ്റെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, ബ്രൈഡിനെയും കൂട്ടി തിരിച്ചു വരിക, ആ ഒരു പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ പോയി ബ്രൈഡിനെയും കൂട്ടിയിട്ട് തിരിച്ചെത്താൻ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നിട്ടുള്ള ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള വെൽക്കം ഡ്രിങ്ക്സും സ്നാക്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ വന്നതിന് ശേഷം നമ്മൾ ബ്രൈഡിനെ ആദ്യമായിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറ്റി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളെ ഗസ്റ്റുകളൊക്കെ തിരിച്ചു പോയിട്ടോ. പിന്നെ നമ്മളെ വീട് ആ ഒരു പഴയ ഒരു ശാന്തതയിലേക്ക് തന്നെ വന്ന് ആളുകളെല്ലാം പോയി. നമ്മൾ മാത്രമായിട്ടുള്ള ഒരു
സമയമായിട്ട് മാറി കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഗസ്റ്റുകളൊക്കെ തിരിച്ച് പോയപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലുള്ള ആളുകൾ മാത്രമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയായിട്ട്, അതായത് ഞങ്ങൾ ഉപ്പയും മക്കളും മരുമക്കളും ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒരുപാട് കിട്ടിയിട്ടുള്ളൊരു കല്യാണമായിരുന്നു. നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും ഒരു മൊമെൻറ്റും കൂടെ ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയി. അൽഹംദുലില്ലാ കല്യാണം നല്ല റാത്തായിട്ട് നടന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.